ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, സാഹിബ് ജുറൈദ് എന്ന് പറയുന്ന മനുഷ്യന്, നോക്കണേ, നിങ്ങളൊരു മലയുടെ മുകളിൽ ആരാധനയ്ക്ക് വേണ്ടി കഴിഞ്ഞുകൂടുന്നുവെങ്കിൽ എത്രയാ ആരാധനകൾ ചെയ്യുന്നത് അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനിടയിൽ ഉമ്മ വന്ന് വിളിക്കുന്നുണ്ട്, മോനെ ജുറൈജേ. അവിടെന്ന് ജുറൈജ് പറയാണ്, റബ്ബി ഉമ്മി വസ്സലാത്തി. എന്റെ ഉമ്മ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ നമസ്കാരത്തിലാണല്ലോ. പ്രിയമുള്ളവരെ, ആ ഉമ്മാന്റെ വിളിക്കുത്തരമില്ലാതെ തിരിച്ചു വരികയാണ്. രണ്ടാമതും പോയി വിളിച്ചു, അപ്പോഴും നമസ്കാരമാണ്. മൂന്നാമത്തെ തവണയും ആ മാതാവ് മല കയറുമ്പോ ആ മകന്റെ മറുപടി കിട്ടാതെ വരുമ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദുർവൃത്തകളായ സ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ എന്റെ മോഹനെ മരിപ്പിക്കല്ലേ അല്ലോ. അറിയുമോ, ചരിത്രത്തിന്റെ ബാക്കി ചിത്രം അറിയുമോ? ആ നാട്ടുകാർ അദ്ദേഹത്തിന്റെ ആരാധനകൾക്ക് തടസ്സം ചെയ്യാനായി ശ്രമിക്കുമ്പോ ആരുടെ ശ്രമങ്ങളും വിജയിക്കണില്ല. അവസാനം അവർ ഒരു വേശ്യയെ പറഞ്ഞേക്കുന്നുണ്ട്. ആ വേശ്യയുടെ പലവിധ ഇംഗിതങ്ങൾക്ക് പോലും ആ മനുഷ്യന് വഴങ്ങാതെ വന്നപ്പോ ആ വേശ്യയായ സ്ത്രീ ചെയ്ത പണി എന്താണെന്നറിയുമോ? ഒരാട്ടിടയനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അതിലവൾ ഗർഭിണിയാവുകയാണ്. എന്നിട്ടവൾ ജനങ്ങളോട് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ പിതാവ് ഇന്നാലിന്ന മനുഷ്യനാണ്, ഈ ജുറൈജ് എന്ന് പറയുന്ന മനുഷ്യനാണെന്ന് ജനങ്ങളോട് പ്രചരിപ്പിക്കുമ്പോ ആളുകൾ മുഴുവനും അദ്ദേഹത്തിന്റെ ആരാധനാ മണ്ഡപങ്ങളെ തകർത്തെറിയുകയാണ്. അദ്ദേഹത്തെ മോശക്കാരനായി മുദ്രകുത്തുന്നുവെങ്കിലോ, എത്ര വലിയ ആരാധന ചെയ്യുന്നവനാണെങ്കിലും ഉമ്മാന്റെ പ്രാർത്ഥന എതിരെ വന്ന ഫലിക്കാതെ കടന്നു പോകില്ല എന്ന ചിന്തയാണെങ്കിലോ അള്ളാഹു സംരക്ഷിച്ചത് എവിടെയാണെന്നറിയുമോ? അവർ പ്രസവിക്കട്ടെ എന്ന് ഈ മനുഷ്യൻ അവരോട് ആവർത്തിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, മോനെ ആരാണ് നിന്റെ പിതാവ് എന്ന് ചോദിക്കുമ്പോ അവിടെ ഇതാ തൊട്ടിലുള്ള കുട്ടി സംസാരിക്കുന്നുണ്ട്, ഇന്നാലിന്ന റാഹിയ, ഇന്നാലിന്ന ആട്ടിടേനാ. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ നിരപരാധിത്വത്തിന് അള്ളാഹു തെളിയിച്ചിട്ടുണ്ടെങ്കിലോ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിലോ ആലോചിക്കണം. ഉമ്മാടെ മനസ്സാണ് വേദനിക്കുന്നത് എങ്കിലോ ബാപ്പാന്റെ മനസ്സാണ് വേദനിപ്പിച്ചത് എങ്കിലോ അവരോട് മാപ്പ് ചോദിക്കണേ, അവരുടെ മനസ്സിനെ പ്രയാസപ്പെടുത്താതെ കാത്തുകൊള്ളണേ.